കൊറേലെ ഹൗസിലെ ഹോസ്റ്റലിലെ ഫസ്റ്റ് ഡേ ആണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. പക്ഷെ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്ന ഹോസ്റ്റലിലെ ഫുഡ് കൗണ്ടർ ആണ് കേട്ടോ ഇത്. ഫുഡ് കൗണ്ടറിൽ തന്നെ അന്നത്തെ ആഴ്ചയിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി വായിച്ച ശേഷം പിന്നീടുള്ള ഞങ്ങളുടെ നോട്ടം ഫുഡിലേക്കായി. വിവിധങ്ങളായിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബഫറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാധാരണ ഹോസ്റ്റലിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. തീരുന്നതനുസരിച്ച് ഇവിടെയുള്ള ആൾക്കാർ നിറച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് തീർന്നു എന്നുള്ള പേടി വേണ്ട. ഫുഡ് കൗണ്ടറിന്റെ ഒരു വാളിൽ നിറച്ച് പരസ്യങ്ങളാണ്. ഇവരുടെ അഡ്വർടൈസ്മെന്റ്, ഇവര് അന്നേ ആഴ്ച നടത്തുന്ന ഓരോ പ്രോഗ്രാംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും. ഫുഡ് കൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ അടുക്കളയുണ്ട്. നമുക്ക് അവരുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാം കൊണ്ടും ഈ ഹോസ്റ്റലിലെ ഭക്ഷണ രീതിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു കോമൺ ആയിട്ടുള്ള ഫുഡ് കൗണ്ടർ ആയതിന്റെ പേരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കുന്ന എല്ലാവരും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഒത്തുകൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും. ഈ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇനി നമുക്ക് അന്നേ ദിവസം നടക്കുന്നതും ആ ഒരു ആഴ്ചക്കാലം നടക്കുന്ന എല്ലാ ഈവന്റ്സിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഫുഡ് കൗണ്ടറിന് താഴെ കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ഔട്ടർ ഏരിയയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഹോസ്റ്റലിൽ ഇൻഡോറിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല തണുത്ത കാറ്റും കാമായിട്ടുള്ള ഒരു അന്തരീക്ഷവും. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ നമ്മളൊരാളെ പരിചയപ്പെട്ടു. അവരും ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അവരുടെ കുറെ ഐഡിയാസും ഞങ്ങളുടെ കുറെ ഐഡിയാസും കൂട്ടിച്ചേർത്തപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു രൂപരേഖ കിട്ടി. ഇനി ഒട്ടും സമയം കളയാനില്ല. വേഗം തന്നെ ഹോസ്റ്റലിലേക്ക് പോകണം. ഫുഡ് കൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളതിന്റെ പേരിൽ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുന്നുണ്ട്. അവിടെ ഇരുന്നപ്പോൾ തന്നെ നല്ല ഫ്രഷ് എയർ ശ്വസിക്കാനായിട്ട് പറ്റി. ഇവിടുത്തെ ക്ലൈമറ്റും നേച്ചറും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം. ഇനിയുള്ള ദിവസങ്ങളിൽ 8:30 എഴുന്നേക്കേണ്ടി വരും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. നമ്മൾ എടുത്തിരിക്കുന്നത് 61 നമ്പർ ഹോസ്റ്റലാണ്. ആക്ച്വലി ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. ഈ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു റൂം ഉണ്ട്. കോമൺ കിച്ചൺ, ഹാള്, ടെറസ്, സ്വിമ്മിംഗ് പൂള്, ബാത്റൂം എല്ലാം ഉൾപ്പെടുന്ന ഒരു അടിപൊളി ഹോസ്റ്റൽ. ഓരോ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലും ഓരോ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ഫോർത്ത് വെന്തൂരയിലുള്ള പടങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചൻ ഈ സംഭവം തുറക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ കീ എടുത്തിട്ടില്ല. ഇച്ചൻ തുറക്കുന്ന കീ അല്ല. ഇനി നമുക്ക് വീണ്ടും ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ കീ എടുക്കാനുള്ള സമയമില്ല. വേഗം യാത്രയായിട്ട് കൊറേലെ ഹൗസ് ഒന്ന് കടങ്ങാമെന്നാണ് ഞങ്ങൾ ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.